എല്ലാ കുട്ടികൾക്കും സുഖസാറാണ്. മറ്റൊരു എൻട്രൻസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിതിപ്പോൾ എടുത്തിരിക്കുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നമ്മുടെ NDA എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റിയും ക്വാഡ്രാറ്റിക് ഇക്വേഷൻസും രണ്ടും കൂടി മിക്സ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് വരും, അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് വരും. അതിൽ ഒരെണ്ണമാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് നമ്മളിത് മറ്റുള്ള എൻട്രൻസിനൊക്കെ കുറച്ചേ പഠിക്കാറുള്ളൂ. ഇപ്പോൾ കീമിനൊക്കെ ആണെങ്കിലും ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒന്നും ആരും നോക്കാറില്ല. പക്ഷെ നിങ്ങൾക്ക് ഇത്തിരി ഒന്ന് നല്ലപോലെ പഠിച്ചാൽ നമുക്ക് മറ്റുള്ള പ്രോബ്ലംസ് ചെയ്യുന്നതിനേക്കാൾ ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് കിട്ടും. വളരെ ടഫായിട്ടുള്ളതിലോട്ട് പോകാറില്ല, എന്നാലും ഉണ്ട് നല്ല ക്വസ്റ്റ്യൻസുകൾ. ഇത് നമുക്ക് അത്രയൊന്നും ബുദ്ധിമുട്ടില്ലാത്ത ഒരു എൻട്രൻസ് ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ വേണം നിങ്ങൾ പഠിച്ചെടുക്കാൻ. ഓക്കെ, പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടും. നെക്സ്റ്റ് നോട്ട്സുകൾ മീൻസ് PDF മെറ്റീരിയൽ കിട്ടും. മീൻസ് ക്വസ്റ്റ്യൻ ആൻസറോടെ സോൾവ് ചെയ്ത സ്റ്റെപ്പ് ഉള്ളത്. പിന്നെ നമുക്ക് ഇക്വേഷൻ ബുക്കിലെറ്റ് തരും. പിന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ട എല്ലാ ഇൻസ്ട്രക്ഷനും തന്നുള്ള ക്ലാസ്സാണ്. ജോയിൻ ചെയ്യാം. നമ്മുടെ നമ്പർ 9846708540 കോൾ ചെയ്തോ, വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ, ജോയിൻ ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ എല്ലാവരും വായിച്ചേ. ഇഫ് ദ റൂട്ട്സ് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ x² - nx + m = 0 ഡിഫർ ബൈ 1. ഡിഫർ ബൈ 1 എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് 1 ആണെന്ന് അല്ലേ? ദെൻ ഇതിലുള്ള ഒരു ഓപ്ഷൻ കറക്റ്റ് ആയിട്ടുണ്ട്. ഇങ്ങനൊരു എക്സ്പ്രഷൻ കിട്ടണം, ഇതിലേതോ ഒരെണ്ണം. അപ്പോൾ നമുക്കറിയാം റൂട്ട്സ് എന്ന് പറയുന്നത് എന്താണ് മോനെ? സൊല്യൂഷൻസ്. നമുക്ക് എക്സിന് കിട്ടുന്ന വാല്യൂസുകൾ വിളിക്കുന്ന പേരാണ് എന്താ? റൂട്ട്സ്. നമുക്ക് ഇവിടെ രണ്ട് പേരുണ്ടെന്ന് അറിയാം. ആ രണ്ട് പേരെ നമ്മൾ എപ്പോഴും എടുക്കുന്നത് എല്ലാവരും പഠിച്ചിരുന്നു. ആൽഫ ആൻഡ് ആരാണ്? ബീറ്റ. CBSE 10th അന്ന് പഠിച്ചാണ്. ആൽഫ ആൻഡ് ബീറ്റ റൂട്ട്സ് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നുള്ള കുറേ പ്രോബ്ലംസ് പഠിച്ചാണ് അല്ലേ? അപ്പോൾ ഇനി അറിയാൻ പറ്റുന്നത് കേട്ടോണം. റൂട്ട്സ് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ടേക്കൺ ആസ് ആൽഫ ആൻഡ് എത്രയാണ്? ബീറ്റ. ഇനി അവർ തന്നേക്കുന്ന കാര്യങ്ങളും നമുക്ക് പറ്റുന്ന കാര്യങ്ങളും എല്ലാം എഴുതാം. നോക്കിക്കോണേ. ആദ്യം നമ്മൾ എഴുതേണ്ടത് ആൽഫ പ്ലസ് ബീറ്റ ആൻഡ് ആൽഫ ബീറ്റ. അതിനുവേണ്ടി നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഒന്ന് കൺസിഡർ ചെയ്യാം. AX² + BX + C = 0. അതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലേ? അപ്പോൾ ഇവിടെ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ x² കൂടാണ് A അല്ലേ? അപ്പോൾ ഇവിടെ x കൊണ്ട് ആരും ഇല്ലെങ്കിൽ A എത്ര മോനെ? 1. BX എന്ന് പറയുമ്പോൾ എക്സിൻ്റെ കൂടെ B, ഇവിടെ എക്സിൻ്റെ കൂടെ മൈനസ്. അപ്പോൾ ബിയുടെ വാല്യൂ എത്ര മോനെ? -n. അതുപോലെ കോൺസ്റ്റന്റ് സിയുടെ സ്ഥാനത്ത് ഇവിടെ m ആണ്. അപ്പോൾ C = എത്രയാണ്? m. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റയുടെ ഫോർമുല -b/a എന്നും ആൽഫ ബീറ്റയുടെ ഫോർമുല c/a. ഇതൊക്കെ പഠിച്ചിരിക്കണം. ഇതാണ് ഇതിൻ്റെ ഏറ്റവും മെയിൻ സംഭവം. ആൽഫ പ്ലസ് ബീറ്റ ആൻഡ് ആൽഫ ബീറ്റ. ഓക്കെ, അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ -b/a എന്ന് പറയുമ്പോൾ -2. ബിയുടെ വാല്യൂ എത്ര മോനെ? -n. അപ്പോൾ ഒരു മൈനസ് ഓൾറെഡി ഇവിടെ ഉണ്ട്. പിന്നെയും -n ബൈ a എത്ര? 1. രണ്ട് മൈനസ് പ്ലസ് ആയിക്കൊണ്ട് ആൻസർ എത്രയായി? n. നെക്സ്റ്റ് ആൽഫ ബീറ്റ c/a. c എത്ര മോനെ? m. a എത്രയാണ് മോനെ? 1. ദാറ്റ് ഈസ് c/a എന്ന് പറയുമ്പോൾ m/1. ആൻസർ എത്രയാണ്? m. ഓക്കെ ആണല്ലോ അല്ലേ? അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റയും കിട്ടി, ആൽഫ ബീറ്റയും കിട്ടി. നെക്സ്റ്റ് നമുക്ക് നോക്കിക്കേ. റൂട്ട്സ് ഡിഫർ ബൈ 1. ദാറ്റ് മീൻസ് ആൽഫ മൈനസ് ബീറ്റ = 1. അപ്പോൾ നമ്മുടെ 3 കാര്യങ്ങൾ കിട്ടി. ഈ 3 റിസൾട്ടോടെ ഏതൊക്കെയാണ്? ആൽഫ പ്ലസ് ബീറ്റ, ആൽഫ ബീറ്റ, ആൽഫ മൈനസ് ബീറ്റ. ഈ 3 പേരെ വെച്ചുകൊണ്ടുള്ള ഒരു ഐഡൻറ്റിറ്റി യൂസ് ചെയ്യണം. നമ്മുടെ ഐഡൻറ്റിറ്റി എല്ലാവരും അറിഞ്ഞിരിക്കുക, ശ്രദ്ധിച്ചിരിക്കുക. ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആൽഫ മൈനസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ പ്ലസ് 4 ആൽഫ ബീറ്റ. ഇത് എനിക്കൊന്ന് ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇങ്ങനൊരു ഐഡൻറ്റിറ്റി വളരെ ഫേമസ് ആണ്. ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആൽഫ മൈനസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ പ്ലസ് 4 ആൽഫ ബീറ്റ. പണ്ട് പഠിക്കുന്നത് A + B ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു A - B ദ ഹോൾ സ്ക്വയർ പ്ലസ് 4AB. അത്രയേ ഉള്ളൂ. അവിടെ ആൽഫയും ബീറ്റയും മാറ്റിയേക്കുന്നതേ ഉള്ളൂ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡൻറ്റിറ്റിയാണ്. അപ്പോൾ ഇയാൾക്ക് വാല്യൂ കൊടുക്കണം, ഇയാൾക്ക് വാല്യൂ കൊടുക്കണം, ഇയാൾക്ക് വാല്യൂ കൊടുക്കണം, ആൻസർ കിട്ടും. അത്രയേ ഉള്ളൂ. ആൽഫ പ്ലസ് ബീറ്റ എത്രയാണ്? n. ദാറ്റ് ഈസ് n² ഈസ് ഈക്വൽ ടു ആൽഫ മൈനസ് ബീറ്റ ഈസ് 1. ദാറ്റ് ഈസ് 1² പ്ലസ് 4 ഇൻറ്റു ആൽഫ ബീറ്റ ഈസ് എത്രയാണ്? m. ദാറ്റ് ഈസ് n² ഈസ് ഈക്വൽ ടു 1 + 4m. ഇപ്പുറത്ത് വരുമ്പോൾ n² - 4m - 1 ഈസ് ഈക്വൽ എത്ര കിട്ടി? 0. നമ്മുടെ ഓപ്ഷൻ നമ്പർ 1 തന്നെയാണ് കറക്റ്റായി. ഓക്കെ ആണല്ലോ? ഇത്രയേ ഉള്ളൂ. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷെ നമ്മൾ തുടക്കത്തിൽ ചിലപ്പോൾ പലർക്കും ഒരുപക്ഷെ ചിലർക്ക് അറിയാമായിരിക്കും, അല്ലാത്തവർക്ക് ഇത് എന്തൊക്കെയോ നമുക്കറിയാൻ വയ്യാത്തതായിട്ട് അങ്ങ് വിടും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് പഠിച്ചാൽ ഉറപ്പായിട്ടും എക്സാമിന് വരുന്നതൊക്കെ ചെയ്യാൻ പറ്റും. ഇനി കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇതേപോലെ ഇഷ്ടംപോലെ ഉണ്ട്. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ക്ലാസ്സുകൾ തന്നുകൊണ്ടേയിരിക്കും. പിന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞു ജോയിൻ ചെയ്താൽ ഫുൾ ക്ലാസ്സും എല്ലാ കാര്യങ്ങളും കിട്ടും. ഗുഡ് ബൈ.